പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും HTML, ജാവാസ്ക്രിപ്റ്റ്, CSS പോലെയുള്ള വെബ് ലാംഗ്വേജുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. നിരവധി എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റർ anWriter എന്ന എഡിറ്ററാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ പോയി anWriter എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും, ഡൗൺലോഡ് ചെയ്യപ്പെടും. ഡൗൺലോഡിംഗ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റിൽ, ഇത് എൻ്റെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റാണ്. നമ്മുടെ ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റിൽ anWriter കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ anWriter നമുക്ക് കാണാം. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് anWriter. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഓപ്പൺ ആയി വരിക. ഇവിടെയാണ് HTML ഡോക്യുമെന്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ HTML ഡോക്യുമെന്റ് ആണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് റൺ ചെയ്ത് കാണിച്ചു തരുന്നത്. ഡീറ്റെയിലേക്ക് പിന്നീട് വരാം. നമുക്കറിയാം HTML ആദ്യത്തെ ടാഗ് HTML ആണ്. അപ്പോൾ ടാഗ് ടൈപ്പ് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് ലെസ് ദാൻ സിമ്പിൾ കാണാം. അതിന് മുകളിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ലെസ് ദാൻ സിമ്പിൾ വരും. H ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ HTML ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ HTML വരുന്നത് കാണാം. HTML ടാഗ് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ ഹെഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ലെസ് ദാൻ സിമ്പിളിന്റെ മുകളിൽ പ്രസ് ചെയ്യുന്നു. ഹെഡ് ടൈപ്പ് ചെയ്തു. അതിൻ്റെ താഴത്ത് നമുക്കറിയാം ടൈറ്റിലാണ്. ടൈറ്റിൽ ടൈറ്റിൽ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടാഗ് വരുന്ന കാണാം. നമ്മൾ TI ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ TLE വരുന്ന കാണാം. അവിടെ ഞാൻ ഒരു സാമ്പിളിനോ അങ്ങനെ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കുന്നു. സാമ്പിൾ വെബ് പേജ് എന്ന ഹെഡിങ് കൊടുക്കുന്നു. ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലെസ് ദാൻ സിമ്പിളിന് നേരെ അടുത്ത് തന്നെ സ്ലാഷ് ഉള്ള ഒരു ടാഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാം. ഇത് കൊടുത്താൽ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും നിയറസ്റ്റ് ആയിരിക്കുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നത് കാണാം. നമുക്ക് ഹെഡ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹെഡ് ക്ലോസ് ചെയ്യാൻ ഇവിടെ ഈ സിമ്പിളിന് മുകളിൽ പ്രസ് ചെയ്താൽ മതി. ലെസ് ദാൻ സ്ലാഷ് ഗ്രേറ്റർ ദാൻ സിമ്പിളിനുള്ളിൽ പ്രസ് ചെയ്താൽ മതി. ഹെഡ് ക്ലോസ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ബോഡി ടാഗാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബോഡി ടാഗിന് ലെസ് ദാൻ സിമ്പിളിന് മുകളിൽ ടൈപ്പ് ചെയ്യുന്നു. ബോഡി ടാഗ് വരുന്നു. അതിനുള്ളിൽ ഞാൻ സാമ്പിൾ വെബ് പേജ് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ സാമ്പിൾ അല്ലെങ്കിൽ മൈ ഫസ്റ്റ് പേജ് എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പേജാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. ക്ലോസിംഗ് ടാഗ് ഓട്ടോമാറ്റിക്കലി ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നത് കാണാം. നെക്സ്റ്റ് HTML. ഇനി HTML ടാഗ് മാത്രമാണ് ക്ലോസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അത് നമ്മൾ ക്ലോസിംഗ് ടാഗിന്റെ ഈ ഒരു ലെസ് ദാൻ സ്ലാഷ് ഗ്രേറ്റർ ദാൻ അതിന് മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി HTML ക്ലോസ് ചെയ്യുന്നത് കാണാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വെബ് പേജ് HTML ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് റൺ ചെയ്യാൻ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം. നമുക്ക് ഇതിന്റെ താഴത്ത് ഒരു പ്ലേ ബട്ടൺ കാണാം, അല്ലെങ്കിൽ എക്സിക്യൂഷന്റെ ബട്ടൺ കാണാം. ആ പ്ലേ ബട്ടന്റെ മുകളിൽ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടായിട്ട് മൈ ഫസ്റ്റ് പേജ് എന്ന് ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നു. ഈ രീതിയിൽ ഒരു HTML ഡോക്യുമെന്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് പിന്നീട് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ നമുക്ക് ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ് പേജ് അല്ല HTML ഡോക്യുമെന്റ് എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സേവ് ബട്ടന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും ടോപ്പിൽ സേവ് ബട്ടൺ കാണാം. സേവ് ബട്ടന്റെ മുകളിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ സേവ് ബട്ടന്റെ മുകളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഞാൻ മൈ ലാബ് വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ ലാബ് വർക്ക് എന്നുള്ള പേര്, ഓക്കെ, മൈ HTML ലാബ് എന്നുള്ള ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഞാനൊരു പേര് noname.html എന്നാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അതിന് പകരം sample.html എന്ന് ഞാൻ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടന്റെ മുകളിൽ പ്രസ് ചെയ്യാവുന്നതാണ്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോൾഡറിൽ പോയിട്ട് മൈ ലാബ് വർക്ക് എന്നുള്ള ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ my HTML lab എന്ന് ഫോൾഡർ കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്ത സേവ് ചെയ്ത sample.html കാണാം.
അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേജ് നേരത്തെ പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഈ രീതിയിൽ നമുക്ക് സേവ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ചില ബേസിക് ടാഗുകളുടെ പ്രവർത്തനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. H1 ടാഗ് നമുക്കറിയാം ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ്. GHSS വളയം എന്ന ഈ ഒരു ടെക്സ്റ്റിനെ ഹെഡിങ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ H1 എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് ആയിട്ട് GHSS വളയം ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് കാണാം. ഓക്കെ, ഇതിന്റെ സൈസ് കുറക്കുമ്പോൾ H1 പകരം H2 എന്നാണ് നമ്മൾ അല്ലെങ്കിൽ H3 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള മാറ്റവും നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ വലിപ്പം ഈ GHSS വളയത്തിന് ഇപ്പോൾ ഇല്ല. ഹെഡിങ് ടാഗ് ക്ലിയർ ആയല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളും എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. 1-2 ടാഗുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ ലിങ്കിങ്ങും അതുപോലെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ഇതിൽ ടൈപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഏതാനും ടാഗുകൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന HTML ഡോക്യുമെന്റിന്റെ കൂടെ വളയം പോസ്റ്റ് എന്ന് B ടാഗിന്റെ ഉള്ളിൽ എഴുതുന്നു. അതുപോലെ കോഴിക്കോട് എന്നുള്ളത് I ടാഗിന്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ ഇവിടെ വളയം പോസ്റ്റ് എന്നുള്ളത് ബോൾഡിലും കോഴിക്കോട് എന്നുള്ളത് ഇറ്റാലിക്സിനും വരുന്നത് കാണാം. എക്സിക്യൂട്ട് നോക്കാം. അപ്പോൾ ഇവിടെ GHSS വളയം പോസ്റ്റ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് അടുത്ത ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ലൈനിൽ BR ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് നെക്സ്റ്റ് ലൈനിൽ വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ വളരെ ലളിതമായി വളരെ സിമ്പിളായിട്ട് HTML എഡിറ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാനും റൺ ചെയ്യാനും പറ്റുന്ന ഒരു എഡിറ്ററാണ് anWriter. തീർച്ചയായിട്ടും ഒരു പേജിനെ മറ്റൊരു പേജുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. ഒരു ടാഗ് കൂടി ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മാർക്കി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടാഗാണ് നമുക്കറിയാം. മാർക്കി വെൽക്കം ടു മൈ സ്കൂൾ എന്നൊരു മെസ്സേജാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ വെൽക്കം ടു മൈ സ്കൂൾ ഇതാണ് മാർക്കി ആയിട്ട് ഓടി പോകേണ്ടതെങ്കിൽ സ്ക്രോളിംഗ് ടെക്സ്റ്റ് ആണല്ലോ മാർക്കി. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിന്റെ ഏറ്റവും താഴത്ത് വെൽക്കം ടു മൈ സ്കൂൾ എന്നുള്ള ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാ ടാഗുകളും മിക്കവാറും എല്ലാ ടാഗുകളും ഇതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് HTML കോഡ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് anWriter എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന്. അപ്പോൾ പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്തു നോക്കാനും കൂടുതൽ വെബ് പേജുകൾ ഉണ്ടാക്കുന്നത് പഠിക്കാനൊക്കെ സൗകര്യമാണ്. ഇനി ഒരു പേജിനെ മറ്റൊരു പേജുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുള്ളത് പരിചയപ്പെടുത്തരാം. 2 പേജുകൾ പരസ്പരം ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്കറിയാം ആട്രിബ്യൂട്ട്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് BG കളർ. അപ്പോൾ BG കളർ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ വേണ്ടിയാണ് ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട് BG കളർ അങ്ങനെ കൊടുക്കാൻ നോക്കാം. BG കളർ ഈക്വൽ റെഡ് എന്ന് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവുന്നത് കാണാം. അതേപോലെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ റെഡിന് പകരം RGB കോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് FF0000 എന്ന് കൊടുത്താൽ അത് റെഡിന് തുല്യമാണ്. അപ്പോൾ ഇത് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം റെഡ് തന്നെ കിട്ടുന്നതായിട്ട് കാണാം. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പോലെയുള്ള ഈ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ആട്രിബ്യൂട്ട്സും തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. തൽക്കാലം ഞാൻ ഒരു പേജിനെ മറ്റൊരു പേജുമായിട്ട് എങ്ങനെ ലിങ്ക് എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാം. ഈ ഒരു പേജിനെ മറ്റൊരു പേജുമായിട്ട് കണക്ട് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ സ്കൂൾ പേജിലാണുള്ളത്. സ്കൂൾ പേജിൽ നിന്ന് അഡ്രസ് പേജിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം നമ്മുടെ പ്രാക്ടിക്കൽ വർക്കിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം സ്കൂൾ പേജ് പോലെ തന്നെ അഡ്രസ് പേജും ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഡ്രസ് പേജ് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ പേജിൽ നിന്ന് അഡ്രസ് പേജിലേക്ക് പോകാൻ വേണ്ടി to see my school address ahref address.html click here. ഇതിനർത്ഥം ക്ലിക്ക് ഹിയർ എന്നുള്ളത് ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. ആ ലിങ്കിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ address.html ഓപ്പൺ ആയി വരുന്നതാണ് അർത്ഥം. നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങൾ കൂടുതൽ അറിയാം. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അബൌട്ട് മൈ സ്കൂൾ എന്ന് കാണാം. GHSS വളയം ഈസ് മൈ സ്കൂൾ. ടു സീ മൈ സ്കൂൾ അഡ്രസ് ക്ലിക്ക് ഹിയർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇങ്ങനെ അഡ്രസ് ഡിസ്പ്ലേ ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിർബന്ധമായിട്ടും ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മെമ്മറിയിൽ നിർബന്ധമായിട്ടും address.html എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം.
ഓക്കെ, അപ്പോൾ HTML അഡ്രസ് ഡിസ്പ്ലേ എന്ന രീതിയിലുള്ള ഈ ഒരു ഫയൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഒരു അഡ്രസ് ഡിസ്പ്ലേ ആയി വന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തമാണല്ലോ. ഒരു 2 പേജുകൾ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുള്ള കാര്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ ലിസ്റ്റ്, ടേബിള്, ഫ്രെയിം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും ലളിതമായിട്ട് HTML പഠിക്കാൻ, HTML എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതുപോലെയുള്ള വിവിധ ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അടുത്ത വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റ് അതുപോലെ CSS ഇതൊക്കെ എങ്ങനെ ഈ ഒരു എഡിറ്റർ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.